എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വെരിക്കോസ് വെയിനെ കുറിച്ച് നോക്കാം. എന്താണ് വെരിക്കോസ് വെയിൻ? അറിയാത്തതായിട്ട് ആരുമില്ല. എല്ലാവരും പറയുന്ന ഒരവസ്ഥയാണ് വെരിക്കോസ് വെയിനാണ്. അത് നമുക്ക് കാഫ് മസിലാണ്. അവിടുത്തെ ഞരവാന്ന് ചുരുണ്ടുകൂടി തടിച്ചിട്ട് നീല കളറിലോ ചുവന്ന കളറിലോ ഒക്കെ കാണപ്പെടുന്നത്. അപ്പോൾ ചില ആൾക്ക് ഇത് പൊട്ടി ബ്ലഡ് ഒലിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് അല്ലേ. ഇതിന് പലവിധ ട്രീറ്റ്മെൻറ്റ് അലോപ്പതിയിലെല്ലാം ഉണ്ട്. ആ വെയിൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ചിലത് പൊട്ടിച്ച് വെക്കുന്ന ലേസർ ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ വെരിക്കോസ് വെയിൻ വരുന്നതെന്ന് വെച്ചാൽ, പണ്ടെന്ന് വെച്ചാൽ സ്ത്രീകളിലായിരുന്നു ഇത് കൂടുതൽ കണ്ടുവന്നിരുന്നത്. പുരുഷന്മാരിൽ താരതമ്യേന കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെയുണ്ട്. അപ്പോൾ ഈ വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോലി സംബന്ധിച്ചിട്ടുള്ള ഇതാണ്. ജോലി എന്ന് പറഞ്ഞാൽ നിന്നിട്ടുള്ള ജോലി കൂടുതൽ സമയം ചെയ്യുന്ന ഒരാൾക്ക് വെരിക്കോസ് വെയിൻ, അതുപോലെ ഇരുന്നിട്ടുള്ള ജോബാണെങ്കിൽ വെരിക്കോസ് വെയിൻ. നമ്മളെന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബോഡി എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കണം കുറച്ച് സമയം. ഇപ്പോൾ നിന്നിട്ടുള്ള ജോലിയാണെങ്കിൽ ഒരു 2 മണിക്കൂറിന് ശേഷം നമ്മളൊരു 15 മിനിറ്റെങ്കിലും ആ ബോഡിക്ക് മൂവ്മെൻറ്റ് ഒന്നൊക്കെ നടന്നിട്ട് പോകുക, അല്ലെങ്കിൽ കിടക്കാൻ പറ്റുന്ന കിടക്കുക, അല്ലെങ്കിൽ ഇരിക്കുക, വേറെ ഒരു പൊസിഷനിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിക്കണം. ഇരിക്കുന്ന ആളാണെങ്കിൽ എണീച്ച് നടന്ന് പോവുക, അല്ലെങ്കിൽ കിടക്കുക, എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക ആ ഒരു മൂവ്മെൻറ്റിലേക്ക് ഒരു 2 മണിക്കൂർ കൂടുമ്പോൾ ബോഡിക്ക് ഒരു മൂവ്മെൻറ്റ് കൊടുക്കാൻ ശ്രമിക്കണം. നമ്മുടെ കാഫ് മസിലിൽ നമ്മുടെ ബ്ലഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിരകളിലൂടെ ഹൃദയത്തിലേക്ക് വരണം, അശുദ്ധ രക്തം. അപ്പോൾ ആ അശുദ്ധ രക്തം വഹിച്ചുകൊണ്ട് പോകുന്ന ഇതിൻ്റെ രക്തക്കുഴലിലെ വാൾവുകൾക്ക് തകരാറാകുമ്പോഴാണ് വെരിക്കോസ് വെയിനായിട്ട് വരുന്നത്. അശുദ്ധ രക്തം അവിടെ കെട്ടിക്കിടക്കുകയും അതെന്ത് ചെയ്യും, കോശങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യും. അവിടെ തന്നെ കെട്ടിക്കിടക്കുന്ന ഇത് ഗ്യാസ് ഫോമിലേക്കും പിന്നെ നീരായിട്ടും നമുക്ക് അവിടെ അസഹ്യമായ വേദനയും ചൊറിച്ചിലും ഒക്കെ വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ബോഡി മൂവ്മെൻറ്റ് അതുപോലെ തന്നെ പ്രധാനമാണ് മാനസികാരോഗ്യം എന്ന് പറയുന്നത്. മാനസികമായിട്ട് എത്രമാത്രം സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടോ അത്രയും ഇത് ബോഡിയിൽ കാണിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രെസ്സ് കുറക്കേണ്ട എന്താണോ മെത്തേഡ്, ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്ട്രെസ്സിനെ ഒഴിവാക്കുകയാണ് പിന്നീടുള്ള വേണ്ടത്. പൊണ്ണത്തടിക്കാറിലാണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത്. ഗർഭിണികളിലും കാണും. കാരണം കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് ബോഡി വെയിറ്റ് കൂടുമ്പോൾ ചില സ്ത്രീകളിൽ ഇത് കാണാറുണ്ട്, വെരിക്കോസ് വെയിൻ്റെ ഇത്. ഏറ്റവും മാനസിക സമ്മർദ്ദം ഒഴിവാക്കി അക്യുപഞ്ചറിൽ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും അതിൽ പറയുന്ന 4G പാലിക്കുകയും ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നത് കാണാം. ഒത്തിരി പേര് വെരിക്കോസ് വെയിനെ കുറിച്ച് ബുദ്ധിമുട്ടുന്നവർക്ക് അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റിലൂടെ മാറിയിട്ടുണ്ട്. അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് പറയുന്ന 4G വിശന്നുകൊണ്ട് ഇഷ്ടപ്പെട്ട ആഹാരം ചവച്ചരച്ച് ഭക്ഷണം വിശപ്പ് മാറുമ്പോഴത്തേക്ക് നിർത്തുക. അതുപോലെ തന്നെ വെള്ളം അതിൻ്റെ കൂടെ കഴിക്കാതിരിക്കുക. വെള്ളം കുടിക്കണമെങ്കിൽ ദാഹം വരുമ്പോൾ മാത്രം പച്ചവെള്ളം കുടിക്കുക. വിശ്രമം, ഇത് ബോഡി മൂവ്മെൻറ്റ് നോക്കിയിട്ട് നിങ്ങൾ എന്താണ് ജോലി ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ചേഞ്ചിങ്ങാണ് വിശ്രമം. അല്ലാണ്ട് ഫുൾ ടൈം ബെഡിൽ കിടക്കുന്നതല്ല വിശ്രമം. നിൽക്കുന്ന ജോലിയാണെങ്കിൽ ഇരിക്കുക, ഇരിക്കുന്ന ജോലിയാണെങ്കിൽ നിൽക്കുക, നടക്കുക, ഇതാണ് ശരീരത്തിൻ്റെ വിശ്രമം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഉറക്കം രാത്രി 9 മണിക്ക് ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. 9 മണിക്ക് കിടക്കുന്ന സമയത്ത് നിങ്ങൾ കാല് ഉയർത്തി വെക്കുക. തലയണ പോലെയുള്ള കാൽപാദത്തിന് വെച്ചിട്ട്, അല്ലെങ്കിൽ വേറെ എന്തില്ലെങ്കിൽ മുകളിൽ കാല് ഉയർത്തി വെച്ചിട്ട് അതിനുശേഷം ഉറക്കം വരുമ്പോഴത്തേക്ക് ആ തലയണ മാറ്റി കൊടുത്താൽ മതിയാകും. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഇതിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് ഒരുപാട് നിങ്ങൾക്ക് മാറുന്നത് കാണും. ഒരു അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഈ വെരിക്കോസ് വെയിൻ എന്ന പ്രോബ്ലം മാറ്റാൻ വേണ്ടി പറ്റും. ഓക്കെ, താങ്ക് യു.